டைரக்டர். தூரத்துலேருந்து கற்றுக்கிட்டு இருந்தேன். இப்போ பக்கத்தில் அவர் என்ன பண்ணுறாரு எல்லாமே கற்றுக்க ஒரு சான்ஸ் கிடச்சிருக்கு. ஒரு ஏக்கலை இவன் மாதிரி தான் தூரத்தில் இருந்தேன். இப்போ ஐம் கெட்டிங் அ சான்ஸ் டு ஜஸ்ட் ஒர்க் வித் ஹிம் அண்ட் சிட் நெக்ஸ்ட் டு ஹிம். அண்ட் ரஹ்மான் சார், சிம்பு சார், த்ரிஷா மேம், இவங்க எல்லாத்தோடையும் ஐம் ஜஸ்ட் ஹாப்பி டு பி பார்ட் ஆஃப் த ஃபிலிம். அண்ட் இது ஒரு மொமெண்ட்டாக எடுத்துக்கிறேன். என்னோடய போர் தொழில் இங்கே ரொம்ப நல்லா பண்ணுச்சு. நாங்கள் பெருசாக ப்ரொமோட் பண்ணல, பட் ஜஸ்ட் பை த வேர்ட் ஆஃப் மவுத் இட் டிட் ரியலி வெல். ஸோ அதுக்கு தேங்க்யூ. மலையாளம் ஆடியன்ஸ் வந்து எப்பவுமே ரொம்ப ഏറ്റവും ரிஃபைன்ட் ஆடியன்ஸ். ஸோ ஷார்ப்பான ஒரு பர்ஃபார்மன்ஸ்க்கும் ரைட்டிங்க்கும் நிறைய ரெஸ்பெக்ட் தர ஆடியன்ஸ். ஸோ ஐ ஹோப் உங்களுக்கு தக் லைஃப்பும் பிடிக்கணும். ஆல் த மாஸ்டர்ஸ் ஒன்று சேர்ந்து குக் சம்திங். நானும் உங்களோட சேர்ந்து தான் அதை சாப்பிட்லான்னு இருக்கேன். ஸோ தேங்க்யூ ஃபார் எவ்ரிதிங். ஐ லவ் யூ. தேங்க்யூ. Thank you so much, Ashok Sir. Abdulami. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വളരെയധികം അഭിമാനത്തോടുകൂടിയും കൃതാർത്ഥതയോടുകൂടിയുമാണ് ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുന്നത്. ഇത്രയും വലിയൊരു ക്യാൻവസിൽ നിർമ്മിക്കപ്പെട്ട ഒരു ബ്രഹ്മാണ്ഡമായ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്നത് ഏതൊരു ആക്ടറിനും ഒരു ഡ്രീം കം ട്രൂ തന്നെയാണ്. ആ ഡ്രീമിന് ഞാൻ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കമൽ സാർ എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പാക്റ്റ്ഫുൾ ആണെന്നുള്ളത്, എൻ്റെ എസ്പെഷ്യലി കരിയറിൽ ഒരു വളരെ ചുരുക്ക സിനിമകൾ ചെയ്ത ഒരു സ്റ്റിൽ ന്യൂകമർ എന്ന് പറയാവുന്ന ഒരു കുട്ടിയെ വിളിച്ച് വിരുമാണ്ടി എന്ന് പറഞ്ഞൊരു അത്ഭുതമായ അന്നലക്ഷ്മി പറയുന്നൊരു ക്യാരക്ടർ തന്ന് എന്നേക്കും എനിക്ക് ചെറിഷ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടർ ആദ്യം തന്നു. അത് കഴിഞ്ഞിട്ട് സിനിമ എന്നൊരു ബ്രേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് പഠിക്കാനൊക്കെ പോയി സിനിമയിൽ നിന്ന് വളരെ ദൂരത്ത് പോയ ഒരാളെ ഇല്ലല്ല നീ തിരിച്ച് സിനിമയിൽ തന്നെ വരണം എന്ന് പറഞ്ഞ് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന് സാറിൻ്റെ തന്നെ വിശ്വരൂപം എന്ന് പറഞ്ഞ സിനിമയിൽ ഡബ്ബിങ്ങിന് വിളിച്ച് അതിനുശേഷം എപ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഡബ്ബിങ്ങിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എപ്പോഴും എനിക്ക് ആ ഒരു ഡോർ തുറന്നു വെച്ചിരുന്നു സാറ്. അതിനുശേഷം ഇപ്പോൾ ഇതാ തഗ് ലൈഫ്. ഇതിൽ സാറ് മാത്രമല്ല, സാറിൻ്റെ കൂടെ അഭിനയിക്കുന്ന എനിക്ക് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. അതിനുപരി മണി സാർ, മണിരത്നം എന്ന് പറഞ്ഞ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡയറക്ടേഴ്സിലൊരാൾ, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിയുന്നത്. AR റഹ്മാൻ സാറിൻ്റെ മ്യൂസിക്കിൽ ഒരു നമ്മുടെ ഫേസ് സ്ക്രീനിൽ വരുമ്പോൾ അതിന് റഹ്മാൻ സാർ സംഗീതം പകരുക എന്ന് പറയുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് എനിക്ക് ശരിക്കും ഇറ്റ് ഈസ് ലൈക്ക് ഡ്രീം കം ട്രൂ തന്നെയാണ്. അത് മാത്രമല്ല, സിലംബരസൻ, ട്രിഷ, ജോജു ഏട്ടൻ, അശോക്, ഇവരെല്ലാവരും ഇറ്റ്സ് എ വണ്ടർഫുൾ സ്റ്റാർ കാസ്റ്റ്. ഇതിനോടൊപ്പം ഞാനും ഉണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് വളരെയധികം ഒരു അഭിമാനം തോന്നുന്നു. കൊച്ചിയിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് കൊച്ചി വരുന്നത്. നമ്മുടെ നാട്ടിൽ വന്ന നമ്മുടെ ജനങ്ങളുടെ, എൻ്റെ ജനങ്ങളുടെ കൂടെ ഈ ട്രെയിലർ പങ്കുവെക്കുന്നത് എനിക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു മുഹൂർത്തമാണ്. ആൻഡ് ഗോപാലൻ സർ, താങ്ക് യു സോ മച്ച്. സിനിമയ്ക്ക് താങ്കൾ ചെയ്യുന്നത് വളരെയധികം ഒരു ഇറ്റ്സ് എ വണ്ടർഫുൾ തിങ്. താങ്ക് യു സോ മച്ച് ഫോർ പ്രൊമോട്ടിങ് ലവ്ലി സിനിമ ഓൾവേസ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ഓൾ ഓഫ് അസ്. ആൻഡ് ട്രെയിലർ എല്ലാവരും കണ്ടില്ലേ? ഇങ്ങനെയുണ്ട്, സൂപ്പർ പടം. നമുക്ക് പൊളിക്കണ്ടേ? അപ്പോൾ June 5 എല്ലാവരും തിയേറ്ററിലേക്ക് വരിക, കുടുംബസമേതം വരിക, പിന്നെയും പിന്നെയും വരിക. ഒരു പ്രാവശ്യം കണ്ടാൽ മതിയാവില്ല. സോ പിന്നെയും പിന്നെയും വന്ന് അടിപൊളി സിനിമയായിരിക്കും, കണ്ട് രസിക്കാം. താങ്ക് യു സോ മച്ച്. ജോജോടാ. എല്ലാവർക്കും നമസ്കാരം. എന്നെക്കുറിച്ച് തന്നെ എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എന്നാലും തുടക്കത്തിൽ രാജേഷ് പറഞ്ഞു ഞാൻ ഒരുപാട് സ്ട്രഗിള് ഇവിടെ വന്ന ആളാണ്. അത്തരം ഒരുപാട്, അത് സത്യമാണ്. അതിനെല്ലാം ഒരു ഫുൾഫിൽനെസ് കിട്ടുകയല്ലേ, നമുക്കൊരു തൃപ്തി കിട്ടുന്ന മൊമെൻ്റാണിത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഇത് സ്വപ്നമാണോ സത്യമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ എന്താ പറയുക, ഭയങ്കര ഭാഗ്യം. മണിസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു, അതും മണിസാറും കമൽ സാറും വർക്ക് ചെയ്യുന്നു. കമൽ സാറിനെ ദൂരത്തുനിന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളാണ്. പൊന്നിയിൽ സെൽവൻ്റെ ഒരു ഫംഗ്ഷന് മണിസാർ വിളിച്ചിട്ട് ഞാൻ പോയപ്പോൾ സാറിനെ ഒന്ന് ക്ഷയിക്കാൻ കൊടുക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. അതിനുശേഷമാണ് ഈ പടത്തിൽ ഞാൻ വരുന്നത്, അഭിനയിക്കുന്നത്. അപ്പോൾ അതിനുശേഷം എനിക്ക് സാറായിട്ട് സംസാരിക്കാൻ പറ്റി, ഭക്ഷണം കഴിക്കാൻ പറ്റി, ഒരുമിച്ചിരിക്കാൻ പറ്റി. അത് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫുൾഫിൽനെസ് എന്ന് പറയില്ലേ, തൃപ്തി,
എനിക്കൊരു തൃപ്തി തന്നതാണ് ഈ മൊമെൻറ്റ്. ദൈവത്തിന് നന്ദി. താങ്ക് യു. അതുപോലെ ഗോപാലൻ സാർ, താങ്ക് യു. സാറ് നമുക്കൊക്കെ തരുന്ന സപ്പോർട്ട് ഭയങ്കരമാണ്. അതിനും നന്ദി. കൂടെയുള്ള അശോകായാലും ഇവരെല്ലാവരും സുഹൃത്തുക്കളാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ അഭിനയിച്ചിട്ടില്ല. പക്ഷേ ഈ സിനിമ തഗ് ലൈഫ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം രവി കെ ചന്ദ്രൻ, എ ആർ റഹ്മാൻ, ശ്രീധർ പ്രസാദ്, മണിരത്നം, എൻ്റെ വണ്ണാനോളി കമലഹാസൻ, അത് ഇവർ വരുന്നൊരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയൊന്നും പ്രമോട്ട് ചെയ്തില്ലെങ്കിൽ പോലും അത് നമ്മൾ കൊണ്ടാടുമോ. താങ്ക് യു സർ. തീർച്ചയായിട്ടും ഇനി നമ്മളെല്ലാം കാത്തിരിക്കുന്ന ആ ശബ്ദം ഈ മൈക്കുകളിൽ കൂടെ കേൾക്കാനാണ്. ദ വൺ ആൻഡ് ഓൺലി, ദ ലിവിംഗ് ലെജൻഡ്, നൗ റെപ്രസെന്റിംഗ് തഗ് ലൈഫ്, ഡോക്ടർ പത്മഭൂഷൺ കമൽ ഹാസൻ സർ. എല്ലാവർക്കും നമസ്കാരം. ഇത് തഗ് ലൈഫ് നമസ്കാരം പറഞ്ഞാൽ മതി, വന്ന് കാണുക, വെറുതെ വാദ്യം അടിക്കേണ്ട. മണി സാറ് എല്ലാം കാണിച്ചിട്ടുണ്ട് ഇതിൽ. സോ ഐ എം ഹാപ്പി. ഐ എം ഓൾവേസ് ഹാപ്പി വെനെവർ ഐ കം ടു കേരള, എസ്പെഷ്യലി കൊച്ചിൻ. അപ്പോൾ നിങ്ങളിൽ ചിലർ വിചാരിക്കും കേരള വരുമ്പോഴെല്ലാം പറയും, ഞാൻ തമിഴ്നാട്ടിലും ഇത് പറയും, ആന്ധ്രയിലും പറയും, അനുപമ ചോപ്ര ഇൻ്റർവ്യൂവിലും പറയും. കാരണം ഇത് ഞാനൊരു ഹീറോ ആയിട്ട് ജനിച്ച ഭൂമി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അത് ഇവിടെ നിന്നാണ്. സോ ഇത് സ്വന്തം വീട്ടിൽ ഞാൻ തിരിച്ചു വരികയാണെന്നുള്ളതാണ് എൻ്റെ ധാരണ. എപ്പോൾ വന്നാലും ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഇന്ന് വീണ്ടും അത് പറഞ്ഞു, റിട്ടയർമെൻറ്റ് എന്നോ എന്തെങ്കിലും ആലോചിക്കുന്നോ, അപ്പം ഞാൻ ചത്തുപോയി എന്നർത്ഥം. അതുകൊണ്ട് എനിക്ക് ഒരു സ്പോട്ട് റിലാക്സ് ചെയ്യാൻ വേണമെങ്കിൽ അത് കേരളം തന്നെയാണ് എനിക്ക്. I'm a godless man, but still I like this country. And I'm happy that most of my friends in the early period of my career, ഇവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്. ബ്രദറെ പോലെ ഒരു MG സോമനും സുരാജും. അതെങ്ങനെ സാർ നിങ്ങൾ ഓർത്ത് പറഞ്ഞത്? അതെപ്പോഴും എൻ്റെ ചിന്തയിലുള്ളവരാണ് അവർ. അത് ഇവിടെയാണ് എനിക്കെല്ലാം. I grew up in Kerala and in Mr. Balachandra's shadow. For me, this is one state, that's another state. That is, Mr. Balachandra himself is a state for me. So that's where I learned my craft. So our Nandi Iranikinadu is not for publicity. ഇദ്ദേഹം പറഞ്ഞ ആ തൃപ്തി, ലൈക്ക് മീ, ഹി ഹാസ് ഗ്രേറ്റ് അപ്പിറ്റൈറ്റ്. അങ്ങനെ അപ്പിറ്റൈറ്റ് ഉള്ളവർ തൃപ്തി എന്ന് പറയുന്നത് കേൾക്കണം. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അത്. സോ പഠനാണ്. ആൻഡ് വി ഹാവ് മെനി ഇൻ്റലിജൻറ്റ് പീപ്പിൾ. ജീനിയസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാറില്ല ഞാൻ, ബിക്കോസ് ഒരു ലോൺലി ഐലൻഡായി പോകും. ദേ ആർ വെരി ഇൻ്റലിജൻറ്റ് പീപ്പിൾ ആൻഡ് ദേ വാണ്ട് ടു ബി വിത്ത് യു. Don't separate them by calling them genius, because there are many genius in Kerala also, but don't call them that. Keep them with you and celebrate them. And other they know they have fans but not fanatics. I know that. And I learned some good habits from Kerala, bad habits too. That's everybody got. But I am so happy that they still remember me. I'm not talking about age. Whatever age I am, ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ മറന്നു പോകും. അദ്ദേഹം പേരെന്താ എന്നേ ചോദിക്കാറുള്ളൂ. So, but you still remember me. I'm very grateful. I'm talking to those who are not there in this auditorium. I'm talking to those who are much older than me, much younger than me. I'm grateful. ഇത് ഒരു സ്റ്റേജ് സവിനയം അല്ല. And this is a thank you that I can continue saying for many more years. And I want to visit Kerala with my art
as often as possible and probably do a film. സിനിമയ്ക്ക് ഭാഷയില്ല, എന്നാലും മലയാളത്തിൽ ഒരു ചിത്രം ചെയ്യണം. And I know that your taste for variety is excellent, and I still keep watching films. Sometimes I'm invited, like Gijo or Joju invited me, and I enjoyed, and I saw some great talents in that film, apart from Jojo himself. So, and you will see that kind of performance, all of them. I mean, അവരമ്മയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, അത് നിങ്ങൾക്കറിയാം. Anybody who's seen Virumandi will know what kind of a talent she is. And I'm happy that I cast her in that film. Of course, I thought it was all my work that I chose Andirani, but who's to perform? Choose her. She's not clay. She's already a sculpted piece that I put for a showcase. And I'm happy all of them in the film. Nazar Bhai Vanilla. But look at their performances, and Nazar, STR. What is, I think I'm so happy because STR, even as a child, was called a star. Now he's going to rise. And my basic qualification is ഞാൻ ഒരു ഓഡിയൻസാണ്, പ്രേക്ഷകൻ. That is where I see everything from. So when somebody does a better performance than me, the first man to appreciate is the audience in me. And the second man will always be jealous because he's a star. This Prakshakan and the Kalagaran in me is what has brought me to you today here. And I'd like to continue this journey with you. As always, just keep my back so that I can stride forward without even on steep slopes. Thank you. Thank you so much, sir. I mean, with 100% confidence, we can tell that, and we are with you throughout. We want more films, more combos like this. We want Sir Kamal Hassan with us forever. Well, നമസ്കാരം. ആദ്യം കൈ ഒന്ന് പൊക്കി ജസ്റ്റ് ഒന്ന് ഇവിടെ സാർ, ആദ്യം ലൈവ് ടീമിന് ഈ കേരളത്തിൽ കൊച്ചിയിലെത്തിയ ആദ്യം അഭിനന്ദനം ഞങ്ങൾ പറയുകയാണ്. ഈ സിനിമ ഇവിടെ എത്തിച്ച ഗോപാലൻ ചേട്ടന് ഒത്തിരി നന്ദി. നിങ്ങളാണ് ഇവിടെ സിനിമകൾ എത്തിക്കുന്നത്. സാർ 37 വർഷങ്ങളായി, 37 വർഷം മണിരത്നം സാറുമായിട്ട് വീണ്ടും ഒന്നിക്കുമ്പോൾ മലയാളികളായ ഞങ്ങൾ താങ്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഈ കുടുംബത്തിലേക്ക്. ഞങ്ങൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു സാർ ഈ സിനിമയിൽ നിന്നും? പ്രതീക്ഷിക്കാത്തതെല്ലാം. മാസ്റ്റർ സ്ട്രോക്ക്. പ്രതീക്ഷിക്കാത്തതെല്ലാം. അതെ. എങ്കിലും ഈവൻ വി വെർ സർപ്രൈസ്. ആ സീൻ വായിക്കുമ്പോൾ വിൽ ബി സർപ്രൈസ്. ഞാൻ എഴുതി കൊടുത്ത സീനല്ല മണി ഷൂട്ട് ചെയ്തത്. മണി സാർ ഷൂട്ട് ചെയ്തത് ഈ ട്വിസ്റ്റഡ് ഇറ്റ് അറൗണ്ട്, ഈ എംബ്രോയിഡറി ആണ്. എൻ്റെ റൈറ്റിംഗ് തന്നെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ദാറ്റ്സ് കൊളാബറേഷൻ, and that's what he has done. And Rahman is there, and array of talents, various people. Ravi K. Chandran, he's stuck here, and I'm happy he's stuck here because he belongs in international cinema. And that's what I tried to do with him with Maradhanayam. It didn't happen because പിന്നെ അത് നടന്നിരുന്നാൽ we won't have a Ravi K. Chandran working in India. അങ്ങനെ ഒരു ടെക്നീഷ്യനാണ്. The sound is mixed by Craig, who did Whiplash and won an Oscar. And it was my pride is, after being part of this film, is that this film was mixed in my brand new studio. So ഇവിടെ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും because I am also responsible. And
even the assistant directors, small characters, and the singers in the film. ഞാനും ഒരാളാണ് വോയിസൊക്കെ കൊടുത്തിട്ടുണ്ട്. But there are some excellent singers who sung in this film. And I've written a song, Shiva Anand has written a song. He has brought in many old and new talents together. And that's Mr. Maniratnam. I've been waiting for it. And they asked me why you're waiting. All I can say is that, why did you wait this long? All I can say is that we are sorry. We really are sorry we missed the opportunity more than you. So I'm here. And any more questions? Yeah, please. കമല സർ, ആ ചാനൽ മൈക്സ് അവിടെ ഇരിക്കുന്നത്, അവിടെ സൗണ്ട് ഉണ്ടാക്കില്ലേ പ്ലീസ്, ആ സൈഡ്. ചോദിച്ചോ. സർ, കമൽ സാറിന്റെ ഫ്രണ്ട് Yeah, okay. ഈ കമൽഹാസന്റെ ബിഗ്ഗസ്റ്റ് ഫാനും ബിഗ്ഗസ്റ്റ് ക്രിട്ടിക്കും കമൽഹാസൻ തന്നെയാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ടു സാറ്റിസ്ഫൈ ദ ഫാൻ ഭയങ്കര എളുപ്പമാണോ? ഫാന് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എളുപ്പമാണ്. ബിക്കോസ് ഈ റെഡി ടു അപ്രീഷിയേറ്റ്. ക്രിട്ടിക് അങ്ങനെയല്ല, ബഹുമാനത്തോടു കൂടി കേൾക്കണം. അത് ഞാൻ ഐ ലെറ്റ് ഗോ ഓഫ് ദ ക്രിട്ടിക് ഫസ്റ്റ്. കമൽഹാസന്റെ ഫാൻ അനുഭവിക്കില്ല. ഫസ്റ്റ് ഐ കീപ് ഹിം ഇൻ ദ സെറ്റ് വിത്ത് മീ. ദെൻ എൻ്റെ കൂടെ കമൽഹാസന്റെ ഫാനായിട്ട് നിൽക്കാൻ ഒരുപാട് പേരുണ്ട്. ഐ ആം ദ ലീസ്റ്റ് ദാറ്റ്. ആൻഡ് സോ യെസ്, ഇറ്റ് കണ്ടിന്യൂസ്. ആൻഡ് ഐ റെസ്പെക്ട് ദ ക്രിട്ടിക് മോർ than this fan. This fan and that critic are very important. കമൽ സാർ, യെസ്. സാർ വളരെയധികം ഗാന്ധിജിനെ ഫോളോ ചെയ്യുന്ന ആളാണ്. ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ട്. ഗാന്ധിജിയെ വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഹൗസ് ഓഫ് ഖാദർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ട്. ഞങ്ങൾക്ക് ഗാന്ധിജിയെ പറ്റി ഒരിക്കലും അറിയാത്ത കാര്യങ്ങൾ ഹെയറാമിലൂടെ പറഞ്ഞു തന്ന ആളാണ്. ആൻഡ് ഹി സ്റ്റുഡ് ഫോർ നോൺ വയലൻസ്. പക്ഷേ വിക്രമായാലും തഗ് ലൈഫ് ആയാലും അതിന്റെ സ്റ്റോറിയുടെ ബിഗിനിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ക്രക്സ് എന്ന് പറയുന്നത് മണി സാർക്ക് കിട്ടുന്നത് കമൽഹാസൻ സാറിൻ്റെ നിന്നാണ്. വിക്രമിലെ ക്രക്സ് ലോകേഷിന് കിട്ടുന്നതും കമൽഹാസൻ സാർ വഴിയാണ്. അതിന്റെ രണ്ടിലുള്ളത് വയലൻസ് ആണ്. സോ ആസ് എ ക്രിയേറ്റർ ആ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും എപ്പോഴും. ഗാന്ധിയുടെ ചിന്തയിൽ വയലൻസ് ഇല്ലാതിരുന്നിരിക്കാം, പക്ഷെ ജീവിതത്തിൽ അങ്ങനെ കഴിയാൻ പറ്റില്ല. There will be violence. How you confront it? With what kind of valor? Gandhiji's valor is the highest valor because the height of valor is ahimsa. And he has shown it. So, why do you use the valor? Because the world is violent. How do you combat it? Not with another sword. That's what he has taught many people, and just the least of them. Martin Luther King, Mandela, they all are fans of Gandhiji. And another 4 generations later I came by. I'm his great grandson. Now I'm yet to become great, but I'm a grandson. കമൽ സർ, ചോദിച്ചോ. ഇവിടെ ഓക്കെ, വീണ്ടും ഒരിക്കൽ കൂടി താങ്ക് യു പറയാണ്. ഒരുപടി നല്ല സിനിമകളുമായിട്ട് മലയാളത്തിലെ ഓഡിയൻസിനെ ഇങ്ങനെ നേരിട്ട് കാണാൻ വരുന്നതിന് താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടൻ്റെ പിറന്നാളാണിന്ന്. നിങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഓറയുണ്ടെന്നറിയാം. ലാലേട്ടന് വേണ്ടിയിട്ട് 2 വാക്കുകൾ പറയും. I just spoke to him. I didn't know he was my Aliyan. I was very happy to call him Aliya. I thought he was my So I told him, Aliyanaye pagillo, valare sandosham. So I just spoke to him and I wished him happy birthday. നെക്സ്റ്റ് വൺ. ചോദിച്ചോ. So before asking the question, I need to tell you this. 10 വർഷം കഴിയുമ്പോൾ നമ്മൾ പലരെയും മറക്കുമായിരിക്കും, പക്ഷേ ഉലകനായകനെ 100 വർഷം കഴിഞ്ഞാലും നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഈസ്, ഇപ്പം തഗ് ലൈഫിൻ്റെ അനൗൺസ്മെൻറ്റ് ടീസർ ഇറങ്ങിയപ്പോൾ അതിൽ തന്നെ ഒരു മാജിക് ഉണ്ട്. അതായത് ആ റിവേഴ്സ് ഡയലോഗ്, അത് ശരിക്കും ആരുടെ ഐഡിയ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ബിഹൈൻഡിലുള്ള കാര്യങ്ങളൊന്ന് പറയുമോ? അല്ല, ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കുമുള്ള സാധാരണ ഹ്യൂബ്രസ് ഉള്ള ആർട്ടിസ്റ്റ് പോലെ ആവും ഞങ്ങൾ.
for us, the true hero for us is cinema itself. So, ബാക്കിയെല്ലാം സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആണ്, ഇൻക്ലൂഡിങ് ദ ലീഡ് റോൾ മാൻ. സിനിമ നീഡ്സ് ഗുഡ് ആക്ടേഴ്സ്. അത്രയേ ഉള്ളൂ. You call him hero. Who's a hero? Today we call somebody a hero. Tomorrow we realize he's a villain in any field. So that's what it is. And I hope you remember me for another 100 years without any negative comments. Then it will be a good life. സാർ, ഞങ്ങളുടെ ജോജി ചേട്ടനെ അങ്ങോട്ട് എടുത്തിരിക്കുകയാണ്. ഈ സിനിമയിലൂടെ തിരിച്ച് ഞങ്ങൾക്ക് എന്നും വേണം കേരളത്തിലേക്ക്. അതിനോടൊപ്പം സാറും വരാമെന്ന് സംശയമാണോ? അതൊക്കെ സംശയമുണ്ട്. തിരിച്ച് കൊടുക്കില്ല. ഞങ്ങൾ അങ്ങനെ കുറെ പേരെ അങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. നാഗേഷ് തിരിച്ച് കർണാടക പോകാൻ കഴിയില്ല. സരോജാദേവി ഞങ്ങളുടെ ആളാണ്. ഇപ്പോ ജോജോ അങ്ങനെ ആയിപ്പോവും. ദറ്റ് ഇസ് മൈ ഭാവിയിൽ അങ്ങനെ ആവും. ചാണക്യൻ മദനോത്സവം പോലത്തെ സിനിമ എപ്പോഴാണ് പ്രതീക്ഷിക്കുന്നത് മലയാളത്തില്? എന്തോ ചാണക്യൻ മദനോത്സവം പോലത്തെ മൂവീസ് ഉണ്ടായിരുന്നല്ലോ മലയാളത്തിൽ ചെയ്ത, അതുപോലത്തെ ഇനി ഇപ്പൊ ഒരു മലയാള സിനിമ എപ്പോഴാണ് പ്രതീക്ഷിക്കുക സാറിന്? അതുപോലെയാണ്. വയസ്സ് എത്രയായി? അത് വേറെ ഇതിൽ കുറെ ഉത്സവമുണ്ട്. Once again, sir, thank you for coming to Kerala. And you don't have to thank me. Yes, I will always come. Sir, ഞാൻ മുമ്പ് കേട്ടിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സാറ് മരുതനായകൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തത് മേൽ ഗിബ്സന്റെ അപ്പോക്കാലിപ്റ്റ് കണ്ടിട്ടാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്തത് നേക്കഡ് പ്രേ എന്ന് പറഞ്ഞ ഒരു ഹോളിവുഡ് സിനിമേനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് അദ്ദേഹം അപ്പോക്കാലിപ്റ്റ് ചെയ്തത്. അപ്പോൾ സാറ് തന്നെയായിരുന്നു ആക്ടറും സാറ് തന്നെയായിരുന്നു ഡയറക്ടറും. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. സാർ എങ്ങനെയാണ് ആ കഴുകനെ ട്രെയിൻ ചെയ്തത്? ഞാൻ ചെയ്തതല്ല, അതിനാളുണ്ട്. That is what I say, that there are people to do. This is a very democratic art. ഞാൻ ചെയ്തതാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം if you ask him how is your performance good, ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം മണിസാറിന്റെ പേര് പറയാതെ വഴിയില്ല. അതാണ്. So saying Mel Gibson did Apocalypse nearly 6 or 7 years later, maybe more, I don't remember. Then the first thing was Ravi K. Chandran said, "Namada shot kanda," he said. Illa kandile poi kaanga. I was in America. Then I went and saw there were some similar shots. I was happy to think like those people, like my brothers. That's what makes us brothers. He might have another political angle to him. I forgive him for that. He's my brother. And we both were thinking on the same terms. And Maradhanayagam is our man. I picked it up from a hidden history book. For reasons I don't want to go into. Certain things, great history, we have just swiped it aside or rewritten it. Maradhanayagam is the man who really thought of this as an independent country against the British. But he was violent. He didn't win. Then came another person with another name from another religion. And he did it without violence. And that's Gandhi. I supposed to say about Thug life. And in India, there is an untold story about the Thug gang. And this is story being connected with the... No, because this word has become a common use. Like the father calling the son, "Hey, rascal," it's not the rascal of 18th century. Because then rascal means you want to be able to move easily in the society. So aduvole Thug life, especially when Tupac, the rapper, he made it popular, Thug life. And his life was that of a thug also, apart from being a great artist.
So that's where he popularized it. We took the title. ഈ ഇപ്പം നേരത്തെ പറഞ്ഞാലും നിങ്ങളുടെ ഇനിയും അഭിനയിക്കണമെന്ന് പറഞ്ഞു. അത് ഗോപാലൻ ചേട്ടൻ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യോ? ജോജി ചേട്ടൻ എല്ലാം കൂടി ഒരു പടം ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ. അല്ലല്ല, അത് നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ചോദിച്ചു കഴിഞ്ഞു. അതേ ചെയ്തേ ദിവസവും രാജ് കമൽ കൂടെ ഉണ്ടാവും. സോ ദിസ് വിൽ ഹാപ്പൻ. ബട്ട് ഐ ഓൾവേസ് എപ്പോഴും പറയാറുണ്ട്, ഐ വാണ്ട് ടു ടേക്ക് ദ ബെസ്റ്റ് വേ ടു ഡു ഇറ്റ് ഇസ് ബഡ്ജറ്റില്ല സാറേ, മലയാളത്തിന് അത്ര ബഡ്ജറ്റില്ല, അപ്പോൾ മേക്ക് എ ഡബിൾ വെർഷൻ. നമ്മൾ സഹോദരന്മാരാണ്. കമ്പരാമായണം വാസ് ഇനോഗ്രേറ്റഡ് ഇൻ ട്രിവാൻഡ്രം. We are speaking different dialects now. And Malayalam has got literature now over the 1,000 years. We are all, when you do PhD in Malayalam, you will automatically touch Tamil. We are brothers historically. So I want to make a double version so that then win a pan-India status, it will not stay as a double version. It will become an international version. That's what I wanted. That's what I've been thinking about. So to sum it up, one final question. തഗ് ലൈഫിന്റെ ഇന്റർവ്യൂവിന്റെ സമയത്ത് കമൽ സാർ തഗ് ലൈഫിന്റെ ഇന്റർവ്യൂവിന്റെ സമയത്ത് സാറ് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. പണി സിനിമയിലെ ജുനൈസിന്റെയും സാഗറിന്റെ ആക്ടിങ് കണ്ടിട്ട് സാർ അതിനകത്ത് ജീവിക്കുകയായിരുന്നു എന്നുള്ള ഇത് പറഞ്ഞിരുന്നു. അതൊരു സാറ് തന്നെ പറഞ്ഞിരുന്നു. പണി സിനിമ കണ്ടിട്ട് സിനിമ കണ്ടിട്ട് ജുനൈസിന്റെ സാഗറിന്റെയും ആക്ടിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞിരുന്നു. അപ്പൊ മലയാള സിനിമയിലെ പുതുമുഖ നടന്മാരെ കുറിച്ചിട്ടും അതുപോലെ ആക്ടേഴ്സിനെ കുറിച്ചിട്ടും ടെക്നീഷ്യന്മാരെ കുറിച്ചിട്ടും സാറിന് എന്താണ് പറയാനുള്ളത്? Let me tell you, don't publicize it too much because people will get jealous. 60% of cinematographers in Indian cinema might be 50, but 60 is my estimation, are Malayalam. And there are more coming. And Kerala is preparing to produce more. I want to be part of that revolution. I want to be there to see it at least, not use it. This is not a Uber. We are building a highway. So that I want to see. I'll talk to your government, our government, and I'll ask them, give my ideas. They think it is good. We will meet in a lab that will become international. Beautiful. Thank you so much, sir. We are calling it, excuse me. Thank you so much. എനിക്കൊന്ന് ഓരോ ക്വസ്റ്റ്യനും ഉള്ള സാറിന്റെ ഓരോ മറുപടി ഇറ്റ്സ് ലൈക്ക് അത് തന്നെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. എവറി സിംഗിൾ answer, reply to your questions is like very nice, very solid. A huge round of applause for one and only Kamal Haasan sir. We will have a picture of the whole team. I would also like to request from Dream Big Films, Mr. Sujit sir to kindly come over. We are through Dream Big Films, Sri Gogula Movies is presenting this, and we'll have a picture with the whole team. Media can take the picture with Kamal sir, Ashok Selvan, Abhirami, Jojo, Gopalan sir, Krishnamurthy sir. A round of applause to team Thug Life. Sir, please. Thank you so much. And now we will have an event at downstairs of the Forum Hall. Hello. മനോഹരമായ കൊച്ചി ജനങ്ങൾക്കും നമസ്കാരം. ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ. ഞാൻ ഇங்கே ഇന്ന് നിൽക്കുന്നത് സന്തോഷത്തോടെയും പിന്നെ
വളരെ എക്സൈറ്റ്മെൻറ്റും ആണ്. സോ ബിക്കോസ് തഗ് ലൈഫ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഫിലിം ഫോർ മീ, ഇറ്റ്സ് എ ലൈഫ് എക്സ്പീരിയൻസ് ഫോർ മീ. It has all my gurus in one film. I'd like to thank first Mani sir for taking me in, for trusting me with the role. And next I'd like to thank my guru, my mentor, everything, my inspiration. Kamal sir, thank you for taking me in. Tamil la pesta, English la pesta. அசோக் தமிழ் இருக்க எல்லாம் ஓகே தான். ஓகே, ஏன்னா ரொம்ப ஸ்டக்காக இங்கிலீஷ், சாரி. ரொம்ப சந்தோஷமாக இருக்குது பேசிக்க. வேறு எதுவும் நான் எவ்வளோ சொன்னாலும் அதுதான் வருது. எனக்கு ரொம்ப லேர்னிங்கான இடம். கமல் சாரை பற்றி நான் பேசுறது இன்டர்வியூவே இல்லை, அவருக்கு முன்னாடி நின்று பேசும்போது தான் ஸ்டக்காக இல்லை, நல்லா ஃப்ளோவில் வரும். ஏன்னா அவர் ஒரு ஜென்ரேஷன், அன்றைக்கி ஒரு இன்ஃப்ளூயன்சர் மீட் வச்சுருந்தோம். we had an influencer meet. நான் அங்கேயும் அதான் சொன்னேன், the biggest influencer is Kamal sir. He's been influencing people for 40-50 years and பல 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 ஜென்ரேஷன்ஸை இன்ஸ்பயர் பண்ணல நானும் ஒருத்தன். ஸோ ஐம் ஜஸ்ட் ஹாப்பி. அண்ட் ஏஆர் ரஹ்மான் சார் இருக்கார், சிம்பு சார் இருக்கார், த்ரிஷா மேம் இருக்காங்க, அபிராமி மேம் இருக்காங்க, அண்ட் ஜோஜு சாரோட படங்கள் நிறைய பார்த்துருக்கேன். கடைசியாக பண்ணி ரொம்ப பிடிச்சது சார். எஸ்பெஷலி அந்த ஐ வாஸ் டெல்லிங் யூ கார் கலெக்ஷன் வந்து பயங்கரமாக இருந்தது. அண்ட் the way he acts and characters brings out, it's amazing. So இந்த படத்தில் காம்பினேஷன் இல்லை, and I hope we get to act some other film. நீங்கள் கூப்பிடுங்கன்னு எதிர்பார்க்குறேன். So yeah, I love you guys. Please, I hope you guys like the film. All the masters are here. They've cooked something very special. அதை வந்து கண்டிப்பாக நம்ம எல்லாரும் போய் டேஸ்ட் பண்ணணும்னு நான் சொல்கிறேன். And Kochi, thank you for all the love. I hope you also like my work. Thank you so much. Thank you. Thanks. Thank you. And Ashok sir, நீங்கள் கமல் சாருமாയിട്ട് இந்த படத்தில் ஏதாவது காம்பினேஷன் ஷாட் இருக்கா? லைக் எல்லா காம்பினேஷன் ஷாட்டும் கமல் சாரோட தான், எக்ஸப்ட் ஒன் எஸ்டிஆரோட ஒரு ஷாட் இருக்கு. So all the fans, Ashok Selvan. Thank you guys. Thank you. Thanks. Thank you so much, Ashok Selvan. Sorry, Gopalan sir, I'm so sorry. Thank you for I'm so glad we are associating with you, and I hope we do a film soon. Thank you sir. Such a gentleman. A round of applause to one and only Ashok Selvan. അടുത്തത് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ, മലയാളത്തിൽ നിന്ന് തന്നെ. കൊച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ട്രെയിലർ കണ്ടിട്ട് എന്ത് തോന്നി? പൊളിയല്ലേ? ജൂൺ 5 തിയേറ്ററിൽ പോയി പൊളിക്കണ്ടേ? സോ ഇവിടെ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വന്നത് ഒരുപാട് കാലത്തിന് ശേഷമാണ്. ഇത്ര ഒരു ഗംഭീരമായ ഒരു പടത്തിൻ്റെ പ്രൊമോഷൻസിൻ്റെ വേണ്ടിയാണെന്നുള്ളത് വളരെ സന്തോഷം തോന്നുന്നു. അധികം സംസാരിക്കുന്നില്ല, ബിക്കോസ് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ഉലകനായകൻ കമൽഹാസൻ സംസാരിക്കാൻ കേൾക്കുന്നതിന് വേണ്ടിയാണ്. സോ എല്ലാവരും ജൂൺ 5 വന്ന് സിനിമ കാണുക, നമ്മളെല്ലാവരും ബ്ലസ് ചെയ്യുക. ഈ സിനിമയിലെ ഭാഗമാകാൻ കഴിഞ്ഞതിന് വളരെയധികം നന്ദിയുണ്ട്. സോ താങ്ക് യു കമൽ സാർ, താങ്ക് യു ഗോപാലൻ സാർ, ഇത്രയും നല്ല സിനിമ കേരളത്തിൽ എത്തിക്കുന്നതിന്, ഇങ്ങനെ നല്ല സിനിമകൾ പിന്നെയും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതിന്. ഈ സിനിമയിൽ എൻ്റെ കൂടെ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റിനും എനിക്ക് വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. സോ ഹാപ്പി ടു ബി ഹിയർ. സോ 5 എല്ലാവരും പോയി കാണുക, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ പോയി കാണുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഓൾ ദ ലവ്. Thank you so much, Abraham. ഒരു ഗംഭീര കൈയടി for Abraham. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പേടിച്ചു, നമസ്കാരം പറയുമ്പോൾ ആരും മിണ്ടില്ലെന്ന് വിചാരിച്ചു. ഭാഗ്യം. താങ്ക് യു. ജീവിതത്തിൽ സംതൃപ്തി കിട്ടുന്ന നിമിഷങ്ങളാണ്, അല്ലെങ്കിൽ അവസ്ഥയാണ് എൻ്റെ. കാരണം മണിരത്നം ഫിലിം, അതും കമൽ സാറിൻ്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത്, അദ്ദേഹത്തിനെ നേരിട്ട് കാണാമെന്ന് പറയുന്നത്, അത് എന്താ പറയുക, നിങ്ങൾക്കും ചിന്തിക്കാൻ പറ്റും, അതൊരു വലിയ കാര്യമാണ്. അത് വളരെ സന്തോഷത്തോടുകൂടി ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെന്താ പറയാ, സ്റ്റക്കായിപ്പോയി. അല്ല ജോജുടാ പറയാം. ഒരു
നടന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നന്നായി അഭിനയിക്കാൻ പറ്റും, അതിന് ഒരുപാട് അവാർഡുകൾ വാങ്ങാൻ പറ്റും. അതിനപ്പുറം സ്ക്രിപ്റ്റ് എഴുതി സിനിമ ഡയറക്റ്റ് ചെയ്ത് അതും അതിഗംഭീരമായ സിനിമകൾ ചെയ്ത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആളാണ് കമൽ സാറ്. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷൻ 38 മേലെ 39 മേലെയാണെന്ന് തോന്നുന്നു ഡബിൾ റോളുകൾ, അതും 10 വരെ വേഷങ്ങൾ ചെയ്തിട്ടുള്ള കമൽ സാർ. നമ്മൾക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യാൻ റെഫറൻസ് എടുക്കാൻ വേറെ ആരെയും നോക്കണ്ട, അത്രയും മഹാനായ അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത്. ഒപ്പം മണിസാറും. അപ്പോൾ ഞാനും ജൂൺ 5 വേണ്ടി കാത്തിരിക്കുകയാണ് തഗ് ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം. താങ്ക് യു തന്ന കൈയടികൾക്കും നല്ല വർത്തമാനങ്ങൾക്കും താങ്ക്സ്. നമുക്കെല്ലാവർക്കും അഭിമാനമാണ് ജോഷോ ഏട്ടൻ എന്ന കമൽ സാറിനോട് ഒരു വേദി പങ്കിടുന്നതിൽ. നേരത്തെ സൂര്യ സാറിനോട് പടം ചെയ്തു, വേറെ ലെവൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. ഗംഭീര കൈയടി കൊച്ചിയുടെ കേരളത്തിന്റെ ജോസഫ്. ഒരു റിക്വസ്റ്റ് ഉണ്ട്, ആ സൈഡിലുള്ള റെയിൽസിൽ അധികം പ്രഷർ കൊടുക്കില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ സിനിമ ഇവിടെ കൊണ്ടുതരാൻ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനുണ്ട്, പറന്നുപോയി. ഗോപാൽ സാർ, താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് വരുന്ന നല്ല സിനിമകൾക്കും പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുള്ള ആളാണ്. എൻ്റെ സിനിമ ഇറങ്ങാൻ സഹായിച്ചത് ഗോപാലൻ സാറാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജോജോടാ. ഒരു റിക്വസ്റ്റ്, the living legend, his name is Dr. Padma Bhushan Kamal Hassan to Forum Mall. കുറെ കൂടെ ഗംഭീരമായ കൈയടി for the one and only Kamal sir to Forum Kochi. എല്ലാവർക്കും നമസ്കാരം. തഗ് ലൈഫ് ജൂൺ 5 മണിരത്നം, റഹ്മാൻ, രവി കെ ചന്ദ്രൻ, അൻപറിവ്, STR, അഭിരാമി, അശോക്, ജോജു, നാസർ ഭായ്, ഇനിയും ഒരുപാട് പേരുണ്ട്. തൃഷ, സോ ഇത്രയും പറഞ്ഞാൽ മതി. യു സീൻ ദ റെസ്റ്റ്. ആൻഡ് ഇപ്പോൾ ഇവരെല്ലാവരും പറയുകയാണ് എനിക്ക് ഒരു നല്ല ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ലൈഫ് ടൈം കുറച്ച് നീണ്ടുപോയി എന്നല്ലാതെ എനിക്കും ഇത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ടാലൻറ്റഡ് നെക്സ്റ്റ് ജനറേഷനുമായിട്ട് മത്സരിക്കുന്നത് എനിക്കിഷ്ടമാണ്. തോറ്റുപോയാലും കുഴപ്പമില്ല. ദാറ്റ് ഈസ് ദി മൈൻഡ് സെറ്റ് ഓഫ് എൻ എൽഡർ ബ്രദർ, ഇഫ് യു ആർ ഈവൻ യങ്ങർ, ഓഫ് എ ഫാദർ. സോ I like this. I will continue doing this. I'll continue bringing many more talents to discerning audience like you. Why am I doing it? Because that's what was done to me in Kerala and in Tamil Nadu by Mr. K. Balachandar. And it continues, and I want to give what I got back to every place in India, especially Kerala, because this is where I was born as a lead man in cinema. So, ആ നന്ദിയുണ്ട്. ഇங்கே இருக்கக்கூடிய தமிழ் ரசிகர்களுக்கு ஒன்று யோசிச்சு பாருங்க, தமிழ்நாட்டிலையும் மலையாளத்தில் பேசலாம், ஆனால் ரொம்ப நேரம் பேசினா புரியாது. இங்கே புரியும். ஸோ எல்லாரும் பக்கத்து ஸ்டேட்டில் உள்ள பாஷையை கற்றுக்குங்க. ஹிந்தி அப்புறம் பார்க்கலாம். எங்கள் பாஷை ஃபஸ்ட்டு அழிஞ்சு போகாமல் பார்க்க வேண்டியது தான் எங்கள் கடமை. அதை இந்த ஊரில் வந்து சொல்கிற தில்லு எப்படி இருக்கு தெரியுமா? நான்
அனைவருமே திராவிடர்கள், மறந்துடாதீங்க. அந்த பெருமையுடன் we offer our family Thug Life. நமஸ்காரம். കമൽ സാർ, വേലു നായകർ 37 വർഷങ്ങൾക്ക് മുമ്പ് നായകനായിട്ട് മണി സാറിനോട് വന്നു. ഇവിടെ ശക്തിവേൽ നായകർ വരികയാണ്. ആ വേലു നായകരും ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ആണ്? ഇല്ല, എക്സെപ്റ്റ് ദേ ആർ ഇൻ ദ സെയിം പ്രൊഫഷൻ. പ്രൊഫഷൻ ഒന്നാണ്. ഹൗ വിൽ ലാൽ സാർ ആൻഡ് മമ്മൂട്ടി ആൻഡ് കമൽഹാസൻ become the same? We are in one profession, but each is a great talent. You know how I slipped in my name into this? You must notice that. ആ കലാകാരന്മാരുടെ കൂടെ എൻ്റെ പേര് ചേർത്തു. I am proud. സർ, നേരത്തെ പറയുകയുണ്ടായി നമ്മൾ പ്രസ് കോൺഫറൻസിൽ വെച്ചിട്ട് ലാലേട്ടനെ അളിയ എന്നാണ് വിളിച്ചത്. അതെ അതെ, ആ ഭാഗ്യം കിട്ടി. ഞാൻ വിചാരിച്ച എൻ്റെ വയസ്സുകാരനായിരിക്കും എന്ന് പിന്നെയാണ് അറിഞ്ഞത്. പിന്നെ ഐ കോൾഡ് ഹിം അളിയ ടുഡേ. എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. സർ, ഒരുപാട് മലയാളി ഓർമ്മകളുള്ള ആളാണ് കമൽ സാറ്. മലയാളത്തിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഒരു പാട്ടിന്റെ ഒരു വരി ഓർക്കാം? ഏതെങ്കിലും? ഇവിടെ ആർക്കും അത് അറിയില്ലായിരിക്കും. ഗോപാലൻ സാറിന് മനസ്സിലാവും. താതയ്യൻ കാട്ടിലെ തക്കാളി കാട്ടിലെ തത്തമ്മ പണ്ടൊരു വീട് കെട്ടി, കല്ലല്ല ഒരു മണ്ണല്ല, കല്ലല്ല മണ്ണല്ല മരമല്ല, കൽക്കണ്ടം കൊണ്ടൊരു വീട് കെട്ടി. ഇത് കണ്ണും കരളും എന്ന സിനിമയിൽ ബാലതാരമായ ഒരു നടൻ പാടിയ പാട്ടാണ്. വോയിസ് കുറച്ച് ഗ്രഫായി പോയി, അത്രയേ ഉള്ളൂ. സേതു സാറാണ് എന്നെ കേരളത്തിൽ 2 പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ബാലനടനായിട്ടും പിന്നെ ലീഡ് ആക്ടറായിട്ടും ഇൻ കന്യാകുമാരി. യെസ്, ഐ ഹാവ് ലോട്ട് ഓഫ് മെമ്മറീസ് ഇൻ കേരള. എത്ര ക്ലാരിറ്റിയിൽ ഒരു മലയാള സോങ് വളരെ ചെറിയൊരു സമയത്തിന് ഗംഭീര കായടി ഫോർ കമൽ സർ ഫോർ ബീങ് such a wonderful sport. And I had the opportunity of making my 5-year-old daughter sing this to Sethu sir. Wow. And he had tears in his eyes and I was so happy. I had tears too. അപ്പോൾ ആ കൊച്ചുകുട്ടി നോക്കിയാണ് ഈ വയസ്സന്മാരെന്തിനാ കറയുന്നത്? I just sang a good song. We know, we have a lot of memories. Thank you. Yeah, your question. And also കമൽ സാർ, ഇപ്പം കുട്ടികളെ പറ്റി ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. 6 വയസ്സിലുള്ള സിനിമയിലേക്ക് വന്ന ഒരു പഴയ കുട്ടി ഉണ്ടായിരുന്നു. 6 വയസ്സിൽ വന്ന ആ കുട്ടിയോട് ഇന്നത്തെ കമൽ ഹസൻ സാറിന്, ഈ കമൽ ഹസൻ സാറിന് എന്താണ് പറയാനുള്ളത്? ആ 6 വയസ്സുള്ള സിനിമയിലേക്ക് കടന്നു വന്ന അല്ല, ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ I have lost that honesty. ആ ചെക്കനുണ്ടായിരുന്ന ഓണസ്റ്റി ഇപ്പോൾ ഇല്ല. സോ അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് because he'll ask the pertinent questions that a good audience will ask, he will ask. But പതുക്കെ ഇങ്ങനെ വന്ന് I become blunted a bit. He was sharp. ബ്യൂട്ടിഫുൾ സാർ. അതോടൊപ്പം തന്നെ സാർ, ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ സിനിമ ആസ്വദിക്കുന്ന എല്ലാവർക്കും കമൽ സാറ് ഒരു 100% പെർഫെക്ഷനിസ്റ്റ് ആണ്. കമൽ സാറിന്റെ അങ്ങനെ ഒരു കാര്യമില്ല. There is only excellence. You can't be perfect. That is hubris. Everything is work in progress. This world is work in progress. Art is work in progress. Politics is work in progress. കഴിഞ്ഞിട്ടില്ല, പണി തീരാത്ത വീട്. ബ്യൂട്ടിഫുൾ. അഗെയിൻ മലയാളം ടൈറ്റിലോട്ട് തന്നെ വന്നു. ഒരു കാര്യം കൂടെ ചോദിക്കാൻ പ്രത്യേകിച്ചുള്ളത്, കമൽ ഹസൻ സാർ വിത്ത് സിംബു ഫേസ് ഓഫ്. இப்போ தமிழ்ல சொல்லட்டுமா மலையாளத்தில் சொல்லட்டுமா? ஓகே. கமல் சார். ஓகே, நான் சொல்றேன். இன்னொரு குழந்தை நட்சத்திரத்தை பத்தி பேசிட்டு இருந்தோம். இப்போ இன்னொரு குழந்தை நட்சத்திரத்தை பத்தி பேசுறோம். அவர் தான் எஸ்டிஆர். என்ன மாதிரியே அவர் வந்தவர்.
இன்னும் என் வயசு வரும்போது கிட்டத்தட்ட என் எக்ஸ்பீரியன்ஸ் இல்லை, கொஞ்சம் ஜாஸ்தியாக கூட இருக்கலாம், சொல்ல முடியாது, எப்போ வந்தாலும் தெரியாது. 3 4 இருக்கும். அப்படின்னா என்னை விட 1 வயசு ஜாஸ்தியாக இருக்கும்போது என் எக்ஸ்பீரியன்ஸ் அவருக்கு கண்டிப்பாக வந்தே தீரும். அதாவது அன்பீட்டபிள்னு ஒரு ஆர்டிஸ்ட் கிடையவே கிடையாது, அடுத்து வருவான். அதைத்தான் நான் காட்டுறேன் உங்களுக்கு. எனக்கு அதில் ஒரு வெக்கமும் கிடையாது. அப்படி காட்டித்தான் நான் வந்தேன். சிவாஜி சார் காட்டல, உங்களுக்கு என்ன? அந்த மாதிரி தான். ஸோ ஐ எம் ஒன்லி டூயிங், ஐ எம் காப்பிங் மை எல்டர்ஸ். அண்ட் எஸ்டிஆருக்கு நிறைய டேலண்ட் இருக்கு, ஆனால் அது இன்னும் கூடும். அடுத்த முறை நான் இங்கே வந்து பேசும்போது அந்த படத்தில் நான் இருந்தால் இதை விட ஜாஸ்தி அப்ளாஸ் எனக்கு கேட்கணும். That is the true cinema fan speaking. அவனை ஒரு கட்சி இல்லை, there is no bias. He just enjoys everything. That's what I'm doing now. Thank you. And one final question, Kamal sir. തഗ് ലൈഫിലിരുന്നോ അല്ലെങ്കിൽ കമൽ സാറിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് 2 വരി, അറ്റ്ലീസ്റ്റ് ഒരു വരിയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രം തഗ് ലൈഫ് എനിവേ ലൈക്ക്. അത് ട്രെയിലറിലുണ്ട്, നല്ല സൗണ്ട് സെറ്റപ്പ് സിസ്റ്റമും മിക്സിങ്ങും ഒക്കെ ഉണ്ട്. ഇതിൽ സാധാരണ ഡയലോഗാണ്. അത് ഇവർ പറയും June 6th, June 5th ആഫ്റ്റർനൂൺ പറയും എല്ലാവരും. ആൻഡ് ഐ ലൈക്ക് ടു ഹിയർ ദോസ് വോയിസസ് because I am bored of my voice. Thank you. And sir, June 5th എല്ലാവരും തിയേറ്ററിലേക്ക് ആ മണി സാറിനെയും ആ കമൽ സാറിനെയും AR റഹ്മാനെ വീണ്ടും ആസ്വദിക്കാനായിട്ട് എത്തുകയാണ്. ആ എല്ലാവരോടും as a final wind up thing 2 വാക്കും കൂടെ പറഞ്ഞിട്ട് we will call it a night. Okay, I've watched this film many times. I'm going to watch it many more times before June 5th. So on June 5th I'll be watching you, all of you. I'm looking forward to it. I'm more eager than you are. പൈസയ്ക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. I relish it. I'm living this long only because of that applause. This is my tonic. And ആ applause ആർക്ക് കിട്ടിയാലും എനിക്കത് കേൾക്കും. അതിൽ ഞാനും ഉണ്ട്, കയ്യടിയിലും ഉണ്ട്. If opportunity permits me, I will be given a bit of that applause. അത്രയും മതി എനിക്ക്. ലവ് യു സാർ, ലവ് യു ലോഡ്സ് കമൽ സാർ. ഞാൻ വേദിയിലേക്ക് ഗോകുലം ഗോപാലൻ സാറിനെ വേദിയിലേക്ക് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഒരു ആദരം പൊന്നാട അണിയിച്ച് പ്രിയപ്പെട്ട കമൽ സാറിനെ ആദരിക്കുവാനായിട്ട് I request ശ്രീ ഗോകുലം ഗോപാലൻ സാർ to kindly come over. Shigogula Movies in the Adanam for the legendary Kamal Hassan Sir for part of Thug Life releasing on June 5th. അതോടൊപ്പം തന്നെ ഞാൻ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജോജോനെയും സ്വാഗതം ചെയ്യുകയാണ്.